നമ്മളെ വാഴച്ചെടി നല്ല ഭംഗിയിൽ ഇവിടെ വളർന്നുണ്ട്. പപ്പായ മരങ്ങൾ, അതായത് കർമ്മൂസ മരങ്ങൾ നല്ല ഉഷാറായി വരുന്നുണ്ട്. ഈ ഭാഗം മൊത്തത്തിൽ കോടയാണ് അവസ്ഥയായി. ഈ സമയത്ത് അത്യാവശ്യം നല്ല കോടന്നെ പടർന്നിട്ടോ. ഇനി ഈ പുല്ലൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് വേണം അതിൽ നല്ല ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിതാ ഒരു മോർണിംഗ് വ്ളോഗായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ച പറഞ്ഞത് സ്പെഷ്യലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ അങ്ങാടിക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല കോടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അരിമ്പ്രക്കാണ് പോയത്. അരിമ്പ്രക്ക് പോണ വഴിക്കലൊക്കെ അത്യാവശ്യം നല്ല കോട തന്നെയാണ്. അതുകൊണ്ട് തന്നെ അരിമ്പ്ര അസാധ്യ കോട ഉണ്ടാവും എഴുതിയിട്ട് പ്രതീക്ഷയിൽ പോകാൻ കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോഴുള്ള സ്ഥിതി എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷ എത്ര കോടൊന്നും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ അരിമ്പ്ര മല കാണില്ല, പക്ഷേ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ കോടുണ്ട്. അതും കഴിഞ്ഞിട്ട് അവിടുന്ന് 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ചായക്കടയ്ക്ക് പോയപ്പോൾ ചായക്കടയിലാണ് ഈ കളി കാണുന്ന ഓരോ തിരക്കാണ് കേട്ടോ. നമ്മളെന്ത് ചെയ്തു വെച്ചാൽ ഇന്നത്തെ സ്പെഷ്യലായ കുറേ ദിവസം ഈ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇന്ന് 2 ഉണ്ണിയപ്പൊക്കെ എടുത്ത് വീണ്ടും കോട കാണാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ എന്താ സംഭവിച്ചു വെച്ചാൽ ഈ ഭാഗം മൊത്തത്തിൽ കോടയാണ് അവസ്ഥയായി. റോഡിലൊക്കെ അത്യാവശ്യം ലൈറ്റ് ഇട്ട് വരുന്ന അവസ്ഥയായി. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വന്നതിന് മുതലായിട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനൊരു സീനതിന് പ്രതീക്ഷിച്ച് വന്നത്, പക്ഷെ വന്ന സമയത്ത് അത്ര സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിരാശനായി നിൽക്കേന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് അത്യാവശ്യം നല്ല കോടന്നെ പടർന്നിട്ടോ. അപ്പോൾ അവിടുന്ന് 2 ചായയൊക്കെ എടുത്തിട്ട് ചായയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ വരുന്നുണ്ടാണ് ചായ കുടിക്കണമെന്ന്. ഈ കോടയിൽ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാറുള്ള വേറൊരു വൈബ് തന്നെ കേട്ടോ. പല ആളുകളും പല സ്ഥലത്തിരുന്നുണ്ടാവും ചായ കുടിക്കുക. നമ്മൾ ഈ ഊട്ടി മൂന്നാറൊക്കെ പോയിട്ട് അവിടെ റോഡ് സൈഡിലിരുന്ന് ഈ കോട ആസ്വദിച്ച് ചായ കുടിക്കണേ അതേ രസം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങാടിക്ക് പോകുന്നു. അങ്ങാടിക്ക് പോകുന്നപ്പോൾ ജംഷീദ് നേരം വൈകിട്ടാണെങ്കിലും ആളങ്ങാടിക്ക് ഇറങ്ങിയാണ്. അതേപോലെ അമ്മീനും വന്നു. അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഒരുപാടായി ഫുള്ള് പുല്ലൊക്കെ നിറഞ്ഞ് കിടക്കണം. ചില ചെടിച്ചട്ടിയിലൊന്നും ചെടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ പുല്ലൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഫുള്ള് സെറ്റാക്കി വെക്കാണ്ടോ. പക്ഷെ അടുത്ത ചെടിച്ചട്ടിയിൽ സാധനം തന്നെ ഇല്ല, അതായത് ചെടി തന്നെ ഇല്ല. കാരണം എന്താ വെച്ചാൽ അതിലുള്ള ചെടിയൊക്കെ ഉണങ്ങി വേനൽക്ക് ഉണങ്ങി പോയിന്. ഇനി ഈ പുല്ലൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് വേണം അതിൽ നല്ല ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ. ഏതായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ചെടിച്ചട്ടി തിരഞ്ഞപ്പോഴാണ് വേറൊരു സത്യം നമ്മൾ മനസ്സിലാക്കിയത്. ആ ചെടിച്ചട്ടി മൊത്തത്തിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി മൊത്തത്തിൽ പടർന്നിക്കണം. ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് ഈ ചെടിച്ചട്ടി കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മണ്ണ് മാത്രം, അതായത് ചെടിച്ചട്ടിന് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി വീങ്ങി കഴിഞ്ഞാണ്. അപ്പോൾ 2-3-4 ചട്ടി ഇതേപോലെ ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വാഴച്ചെടി നല്ല ഭംഗിയിൽ ഇവിടെ വളർന്നുകൊണ്ട് ഇതുകൊണ്ട് സത്യത്തിൽ ഉപകാരമൊന്നുമില്ല, കാണാൻ ഭംഗിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ 2 പപ്പായ മരങ്ങൾ, അതായത് കർമ്മൂസ മരങ്ങൾ നല്ല ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ സമയം ഏകദേശം ആയിട്ട് 9 മണി ആനായി. ഏതായാലും ഇന്നൊക്കെ ഉള്ളതിന് ഇനി ബാക്കി നാളെ വെക്കാം.